सिन्धुरापो यस्यामन्नं पृष्ठया। കൂടിയാട്ടം എന്ന് പറയുന്നത് സംസ്കൃത നാടകാഭിനയമാണ്. ഒരു നാടകം മുഴുവനായിട്ട് അവതരിപ്പിക്കുന്ന രീതിയല്ല കൂടിയാട്ടത്തിനുള്ളത്. നാടകത്തിലെ ഓരോ അംഗങ്ങളെന്ന് പറയുന്നത് അധ്യായങ്ങളാണ്. ഈ ഓരോ അധ്യായങ്ങളും പല ദിവസങ്ങളെ കൊണ്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കൂടിയാട്ടത്തിൻ്റെ. ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ഭാസന്റെ അഭിഷേക നാടകത്തിലെ മൂന്നാം അധ്യായമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഈ തോരണയുദ്ധം എന്നുള്ള കൂടിയാട്ടം 6 ദിവസങ്ങളെ കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത്. പുറപ്പാട്, നിർവഹണം, നാടകം എന്നുള്ള കൂടിയാട്ടത്തിന്റെ ഘടനയോട് കൂടിയിട്ട് ഇന്ന് ഈ തോരണയുദ്ധം കൂടിയാട്ടത്തില് ആദ്യം പ്രവേശിക്കുന്നത് രാവണൻ ചിന്താധീനനായിട്ടാണ് പ്രവേശിക്കുന്നത്. എന്താണ് രാവണന്റെ ചിന്ത? ദേവകള് അസുരന്മാരോട് കൂടിയിട്ട് ഇരുന്നാലും ഈ ലങ്കയെ കുറിച്ച് ഒട്ടും വിചാരിക്കുക പോലും ചെയ്യില്ല. അത് എന്താണ് എന്നുള്ളതാണ് പിന്നീട് പറയുന്നത്. ഇവിടെ നിസാരനായിട്ടുള്ള ഒരു വാനരൻ വന്നിട്ട് എന്നെ വെല്ലുവിളിച്ചു. അതെന്താ ഒരു നിസ്സാരനായിട്ടുള്ള വാനരൻ ഈ ലങ്കയിൽ വന്നിട്ട് എന്നെ വെല്ലുവിളിച്ചു എന്ന് പറയുന്നതിന്റെ കാരണം ഞാൻ ആരാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയുള്ളവനാണ്? ത്രൈലോക്യം മുഴുവൻ ജയിച്ചിട്ടുള്ളവനാണ്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ലങ്കയിൽ ചെല്ലണു, വൈശ്രവണനെ ആട്ടിക്കളഞ്ഞ് അവിടെ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്ന സമയത്ത് ഓരോ സ്വർഗത്തിൽ പോയി ഇന്ദ്രാദി ദേവകളെ ജയിക്കുന്നു, പാതാളത്തിൽ ചെന്ന് അസുരന്മാരെയും സർപ്പങ്ങളെയും ജയിക്കുന്നു, ഭൂമിയിൽ ചെന്ന് എല്ലാ രാജാക്കന്മാരെയും ജയിച്ച് ഏറ്റവും ഗർവിതനായിട്ട് ഇരിക്കുന്ന ഞാൻ ഈ ലോകം മുഴുവൻ ജയിച്ചിട്ടുള്ളവനാണ്. അതുമാത്രമല്ല, ശ്രീ പരമേശ്വരൻ ഇരിക്കുന്ന കൈലാസ പർവ്വതവും എടുത്ത് ഇളക്കിയിട്ടുള്ള ആളാണ് ഞാൻ. ഇനി അതെങ്ങനെയാ എന്നുള്ളത് വീണ്ടും ഇങ്ങനെ പൂർവ്വ കഥയിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ലങ്കയിൽ സുഖമായിട്ടിരിക്കുന്ന കാലത്ത്, അഭിഷേകമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുന്ന കാലത്ത് ഒരു ദിവസം വൈശ്രവണൻ പറഞ്ഞയച്ചിട്ടുള്ള ദൂതൻ പറഞ്ഞിട്ടുള്ള വധവാക്യം കേട്ട് ഏറ്റവും കോപത്തോടു കൂടി ആ ദൂതനെ വധിക്കുന്നു. പിന്നീട് സൈന്യങ്ങളോട് കൂടിയിട്ട് അളകയിൽ ചെന്ന് വൈശ്രവണനോട് യുദ്ധം ചെയ്ത് ജയിച്ച് പുഷ്പക വിമാനം അപഹരിച്ച് പുറപ്പെട്ടു പോവുകയാണ്. ഇന്നത്തെ ഈ കൂടിയാട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിനയ ഭാഗമാണ് കൈലാസോദ്ധരണം പാർവതീവിരക്കം എന്ന് പറയുന്നത്. ഇതില് ഈ പുഷ്പക വിമാനത്തില് വളരെ രസമായിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് രാവണൻ ഇങ്ങനെ പോണ സമയത്താണ് ഈ കൈലാസ പർവ്വതത്തിന്റെ ശിഖരത്തിൽ ചെന്ന് ഈ വിമാനം തടയുന്ന സമയത്ത് രാവണൻ ചോദിക്കുകയാണ്, സൂതനോട് ചോദിക്കുന്നു, എന്താണ് വിമാനം പോവാത്തത് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സൂതൻ വളരെ ഭയപ്പെട്ടിട്ടാണ് തിരിച്ചു മറുപടി പറയുന്നത്. കൈലാസ പർവ്വതത്തിന്റെ ശിഖരത്തിൽ തടഞ്ഞിരിക്കുകയാണെന്ന്. രാവണൻ പറയുന്നു, കൈലാസത്തിനോട് വഴിമാറാൻ എന്ന് പറയുന്നു. ആ സമയത്ത് സൂതൻ പറയാണ്, അല്ലേ സ്വാമി, ഈ കൈലാസത്തിന്റെ ഉപരിഭാഗത്ത് ശ്രീ പരമേശ്വരനും ശ്രീ പാർവതി ഇരിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് കൈലാസം ഇളകാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. ആ സമയത്ത് തിരിച്ച് രാവണൻ പറയാണ്, ശിവൻ ഇരിക്കുന്നുവെങ്കിൽ എൻ്റെ വഴി തടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. വഴി മാറാൻ പറയുന്നു. എന്നിട്ടും ഏതും ഇളക്കില്ല എന്ന് കാണുന്ന സമയത്ത് ഈ വിമാനത്തിൽ നിന്ന് ഇറങ്ങി പർവ്വതത്തിന്റെ സമീപത്ത് ചെന്ന് പർവ്വതം വളരെ വിസ്തരിച്ച് നോക്കുന്ന സമയത്താണ്
ആയിട്ടുള്ള ഒരു പർവ്വതമല്ല, അതുകൊണ്ട് ഇതിനെ വഴി പോലെ കാണുക തന്നെ എന്ന് പറഞ്ഞ് പിന്നീട് ഈ പർവ്വതം നോക്കി കാണുക ചെയ്യുന്നത്. ഇതും കൂടിയാട്ടത്തിലെ അഭിനയ സങ്കേതങ്ങളിൽ പർവ്വത വർണ്ണന, കൂടിയാട്ടത്തിന്റെ അഭിനയ രീതിയിൽ വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വർണ്ണനകൾ. എന്താണോ നടൻ വിസ്തരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള എല്ലാ സംഗതിയിലും ഇങ്ങനെ പറഞ്ഞു പോകും. പർവ്വത വർണ്ണനയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ശിഖരങ്ങള്, മുഴകള്, താഴ്വര, അതൊന്ന് പൊട്ടി ഒഴുകുന്ന അരുവികൾ, ഇതൊക്കെ അഭിനയിക്കും. അത് അഭിനയിക്കുന്ന ഇന്നിവിടെ പർവ്വത വർണ്ണന അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു രീതി എന്ന് പറയുന്നത്, നടൻ ആദ്യം കണ്ണുകൊണ്ട് മാത്രമാണ് ഇതിന്റെ ഉയരം, താഴ്ചയും, മുഴകളും, താഴ്വരയും, അരുവികൾ പൊട്ടി ഒഴുകുന്നതെല്ലാം കൈകെട്ടി അരയുറപ്പിച്ച് താഴ്ന്നിരുന്ന് മുഴുവൻ നോക്കിക്കാണും. അതിനുശേഷം പിന്നീട് മുദ്രയോട് കൂടിയിട്ട് അത് വിസ്തരിച്ച് കാണിക്കണം. ഇങ്ങനെ മുഴുവൻ നോക്കിക്കാണുന്ന രാവണൻ ഇതുപോലെ മറ്റൊരു പർവ്വതം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ്, എന്നാൽ ഞാൻ ഇതിനെ ഇളക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മുഷ്ടി ചുരുട്ടി ഇടിച്ച് അതിനെ ഇളക്കി എടുത്ത് അമ്മാനാടുന്നു. ഇങ്ങനെ അമ്മാനാടുന്ന സമയത്ത് ഇതിന്റെ മുകൾഭാഗത്ത് ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോടുകൂടി ഇരിക്കുന്ന സമയമാണ്. വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ശ്രീ പാർവതി പരമേശ്വരനോട് ചോദിക്കുന്നു, അങ്ങേ ഭർത്താവ് അങ്ങയുടെ ശിരസിൽ ഈ കാണുന്നത് എന്താ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ശ്രീ പരമേശ്വരൻ ആകെ ഒന്ന് പരിഭ്രമിക്കുന്നു. വിചാരിക്കുകയാണ്, ഇവള് ഗംഗയെ കണ്ടു തോന്നുന്നു. എന്നിട്ട് തിരിച്ച് മറുപടി പറയും, അല്ലേ നിനക്ക് അറിയില്ലേ എൻ്റെ ശിരസിൽ വെള്ളമാണെന്ന് അറിയില്ലേ എന്ന് തിരിച്ചു മറുപടി പറയുന്നു. ആ സമയത്ത് വീണ്ടും പാർവതി ചോദിക്കുകയാണ്, മുഖം കാണുന്നുണ്ട് എന്ന് പറയുന്നു. തിരിച്ച് വീണ്ടും മറുപടി പറയുന്നു, അത് മുഖമല്ല താമരപ്പൂവാണ് എന്ന് തിരിച്ചു മറുപടി പറയാം. പിന്നീട് വീണ്ടും പാർവതി സൂക്ഷിച്ചു നോക്കിയിട്ട് പറയുന്നു, കുറുനിര കാണുന്നുണ്ടല്ലോ. കുറുനിര എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മുൻഭാഗത്ത് ഇങ്ങനെ കിടക്കുന്ന മുടികൾ, അത് തിരിച്ച് വീണ്ടും വിചാരിച്ച് രാവണൻ ശ്രീ പരമേശ്വരൻ മറുപടി തിരിച്ചു പറയുന്നത്, അത് കുറുനിരയല്ല, താമരപ്പൂവിലെ തേൻ നുകരാൻ വന്നിട്ടുള്ള വണ്ടുകളാണ് എന്ന് പറയുന്നു. ഇത് ഓരോന്ന് കേൾക്കുമ്പോഴും പാർവതിക്ക് അറിയാം പരമേശ്വരൻ തന്നോട് ചതിയാണ് പറയുന്നത് എന്നുള്ളത് അറിയാം. എന്നാലും വീണ്ടും ചോദിക്കുകയാണ്, പുരികങ്ങൾ കാണുന്നുണ്ടല്ലോ. മറുപടി പറയുന്നത് അത് പുരികല്ല, അത് തിരമാലകളാണ്, ഈ വെള്ളത്തിലുള്ള ഓളങ്ങളാണ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് കണ്ണുകൾ കാണുന്നുണ്ട് എന്ന് പറയുന്നു, അത് കണ്ണല്ല മത്സ്യാണ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പിന്നീട് പറയുന്നത് ആ സ്ഥലങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയുന്നു. അത് പറയുന്ന സമയത്ത് തിരിച്ച് മറുപടി പറയുന്നത് അത് സ്ഥലങ്ങളല്ല, ചക്രവാക പക്ഷികളാണ് എന്ന് പറയുകയാണ്. ഇതും കൂടി കേൾക്കുന്ന സമയത്ത് പാർവതി പറയും, മതി, എന്നോട് ഇങ്ങനെ ചതി പറഞ്ഞത് മതി, ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെട്ടു പോരുന്ന സമയത്താണ് രാവണൻ ഈ പർവ്വതം എടുത്ത് ഉയർത്തി അമ്മാനാടുന്നത്. അപ്പൊ ഈ പർവ്വതത്തിന്റെ ഇറക്കം കാരണം പാർവതി പരിഭ്രമിച്ച് വീണ്ടും ശ്രീ പരമേശ്വരന്റെ അടുത്ത് തന്നെ വന്ന് ആശ്രയിച്ച് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തിരിക്കുക ചെയ്യണം. ഈ സമയത്ത് ശ്രീ പരമേശ്വരൻ വളരെ സന്തോഷത്തോടുകൂടി, പാർവതി തിരിച്ചു വന്നല്ലോ, അപ്പോൾ വളരെ സന്തോഷമായി. അങ്ങനെ അവിടുന്ന് രാവണന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അതിനുശേഷം ചന്ദ്രഹാസം കൊടുത്ത് അനുഗ്രഹിച്ച് അവിടുന്ന് മറയുന്നു. ഇങ്ങനെ ഈ ചന്ദ്രഹാസം ലഭിച്ച രാവണൻ വളരെ അഹങ്കാരത്തോടു കൂടിയിട്ടാണ് പിന്നീട് അവിടുന്ന് തിരിച്ചു പോരുന്നത്. ആ സമയത്ത് സീതാദേവി ശ്രീ പാർവതി പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്നു, എൻ്റെ അടുത്തുനിന്ന് ഒരു വരം ചോദിക്കാൻ പറയുന്നു. അപ്പൊ രാവണൻ അവിടുന്ന് പറയണം, ഞാൻ സ്ത്രീകളുടെ അടുത്തുനിന്ന് വരം ചോദിക്കാറില്ല എന്ന് പറഞ്ഞ് നിന്ദിക്കുന്ന സമയത്ത് ശ്രീ പാർവതി ശപിക്കുകയാണ്, നിനക്ക് ഒരു സ്ത്രീ നിമിത്തം നാശം ഭവിക്കട്ടെ. പിന്നീട് നന്ദികേശ്വരൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇതുപോലെ അത് വാനരന്റെ രൂപം സ്വീകരിച്ചിട്ടാണ് രാവണന്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് ഇതുപോലെ വരം ചോദിക്കാൻ പറയുന്നു. അവിടെ നിന്ന് രാവണൻ ഇതുപോലെ
നന്ദികേശ്വരനെ നിന്ദിക്കുക ചെയ്യണത്. ആ സമയത്ത് നന്ദികേശ്വരനും ശപിക്കുന്നുണ്ട്, നിനക്ക് ഒരു വാനരൻ നിമിത്തം നിന്റെ എല്ലാ ഐശ്വര്യങ്ങളും നശിക്കട്ടെ. പിന്നീട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക്. ഇതൊക്കെ രാവണൻ എന്നുള്ള നടനാണ് പകർന്ന നടൻ മാറി മാറി അഭിനയിക്കുന്നത്. അതിനുശേഷം വീണ്ടും ആദ്യം ഇവിടെ തുടങ്ങിയ അതേ അവസ്ഥയിലേക്ക് തന്നെ എത്തുകയാണ്. ഈ ശാപം നിമിത്തം ഈ വാനരന്റെ രൂപത്തിൽ അന്ന് ലഭിച്ചിട്ടുള്ള ആ ശാപം ഇപ്പോൾ വാനരന്റെ രൂപത്തിൽ ഇവിടെ വന്നതാണോ എന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇവിടെ വിഭീഷണനും ഹനുമാനും ഒക്കെ പ്രവേശിച്ചിട്ടുള്ള നാടക ഭാഗങ്ങളാണ്. അത് അവരുടെ സംഭാഷണങ്ങളും ബാക്കിയുള്ള ഭാഗങ്ങൾ അത് വളരെ വിസ്തരിച്ച് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും. നമുക്ക് ഏകദേശം കൂടിയാട്ടം തുടങ്ങാനുള്ള സമയമായി. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് പറയാം എന്ന് വെച്ചു. ഇന്ന് ഇവിടെ രാവണനായിട്ട് അരങ്ങത്ത് വരുന്നത് കലാമണ്ഡലം ജിഷ്ണു പ്രതാപ്, വിഭീഷണൻ കലാമണ്ഡലം മഞ്ജുനാഥ്, ഹനുമാൻ നേപഥ്യ യദുകൃഷ്ണൻ, മിഴാവില് കലാമണ്ഡലം രതീഷ് ഭാസ്, കലാമണ്ഡലം രാഹുൽ അരവിന്ദ്, കലാമണ്ഡലം വിജയ്, കലാമണ്ഡലം രവിശങ്കർ, ഇടയ്ക്ക കലാനിലയം രാജൻ, താളം കലാമണ്ഡലം സംഗീത, ചുട്ടി കലാമണ്ഡലം ഷിബു ഉണ്ണികൃഷ്ണൻ. ഇന്ന് ഇവിടെ ഈ കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് രംഗധ്വനി കൂടിയാട്ട കലാകേന്ദ്രം. എല്ലാവർക്കും ഇന്നത്തെ ഈ അവതരണത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.
अग्निम् इन्द्रर्षभाद्रविणेनो दधातु